പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് സലീന ജേക്കബ്. ഞാൻ യാക്കോബായ സമുദായത്തിൽ നിന്നും എങ്ങനെ പെന്തിക്കോസ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്നതിൻ്റെ അനുഭവ സാക്ഷ്യം പ്രസ്താവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ, എൻ്റെ സാക്ഷികളാകുവീൻ എന്ന ആ വചനം അനുസരിച്ചാണ് യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ദൈവം എന്നെ നടത്തിയ സാക്ഷ്യം പ്രസ്താവിപ്പാൻ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചത്. ചെറുപ്പകാലത്ത് സൺഡേ സ്കൂളിൽ പഠിച്ചും വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലിയും ഒക്കെ തന്നെ നല്ല നിലയിൽ ആത്മീയമായി തന്നെയാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്തിൽ മുമ്പോട്ട് വന്നിരുന്നത്. എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതയായി. ഒരു വർഷത്തിനകം കുടുംബമായി ബഹ്റിനിലേക്ക് മാറി. ഏതാണ്ട് 35 വർഷത്തിന് മുമ്പ് നടന്ന ഒരു സംഭവം എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുവാൻ ഇടയായ ആ ഒരു സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാവ് ഗവൺമെൻറ് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളായിരുന്നു. ഏതാണ്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാൻ ഇടയായി. കിഡ്നി ഫെയിലറും മറവി അങ്ങനെ പല രോഗങ്ങളാൽ ഭാരപ്പെട്ടിരുന്ന ഡോക്ടേഴ്സിനൊന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഞങ്ങളെ വിവരം അറിയിച്ചു. പെട്ടെന്ന് ബഹ്റിനിൽ നാട്ടിലേക്ക് വരുവാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് പിറ്റേ ദിവസത്തേക്കാണ് ബുക്കിംഗ് കിട്ടിയത്. എന്നാൽ ആ തലേദിവസം രാത്രി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. ദൈവമേ, എനിക്ക് ജീവനോടെ ചെന്ന് എൻ്റെ പിതാവിനെ കാണുവാൻ കഴിയുമോ? നീ വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നതും മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യത്തിലേക്കാണ് എൻ്റെ കണ്ണ് പതിഞ്ഞത്. അവിടെ വായിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ അത് വിശ്വാസത്താൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവെ, നീ ഭൂമിയിലായിരുന്നപ്പോൾ കുരുടന്മാരെ, കുഷ്ഠരോഗികളെ ഒക്കെ സൗഖ്യമാക്കിയിട്ടുണ്ടല്ലോ. മരിച്ചവരെ പോലും ഉയർപ്പിച്ച എൻ്റെ കർത്താവിന് എൻ്റെ പിതാവിനെ വിടുവിപ്പാൻ കഴിയും എന്ന് ഞാൻ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞു. വീണ്ടും എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ വചനം തുറന്നു. അവിടെ വായിച്ചത് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യമായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറഞ്ഞ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുവാൻ തുടങ്ങി. ഞാൻ എൻ്റെ പിതാവിനെ ജീവനോടെ ചെന്ന് കാണും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് അങ്ങനെയാണ് പിറ്റേ ദിവസം പ്ലെയിനിൽ വന്നിറങ്ങിയത്. പിതാവിനെ കോട്ടയം മെഡിക്കൽ സെൻറ്ററിൽ ചെന്ന് കാണുന്നത് വരെയും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയായിരുന്നു. എന്നാൽ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. കിഡ്നി ഫെയിലറും മറവി ഇങ്ങനെ പല രോഗങ്ങളാൽ കഴിഞ്ഞിരുന്ന വ്യക്തി. ഡോക്ടേഴ്സ് വിധി എഴുതിയത് ഇനി ഒന്നും ചെയ്യുവാനില്ല, നിങ്ങൾ മറ്റെവിടെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞ സ്റ്റേജിലായിരുന്നു. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥനയുടെ പിൻബലത്തോടെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനിടയായി. അവരോട് ഞാൻ സമാധാനം പറഞ്ഞു, ദൈവം പപ്പായ്ക്ക് സൗഖ്യം കൊടുക്കും, പപ്പായ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മെഡിക്കൽ ഹിസ്റ്ററി നോക്കിയപ്പോൾ ഡയാലിസിസ് വേണം എന്ന് അവിടെയുള്ള ഡോക്ടേഴ്സ് പറഞ്ഞു. ആദ്യ ദിവസം തന്നെ ഡയാലിസിസ് ചെയ്തു, റൂമിൽ തിരിച്ചു കൊണ്ടുവന്നു. 2ാമത്തെ ദിവസം വീണ്ടും ഡയാലിസിസ് റൂമിലേക്ക് കയറ്റി. എന്നാൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കെ വീണ്ടും കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. ആൾ കോമ സ്റ്റേജിലേക്ക് പോയി. അവിടെയും ഡോക്ടേഴ്സ് വിധി എഴുതി, ഇനി ഒന്നും ചെയ്യുവാനില്ല, നിങ്ങൾ മടക്കി വീട്ടിൽ കൊണ്ടുപോയിക്കുള്ളൂ, ഒരു 1-2 മണിക്കൂറിനകം മരണം നടക്കുമെന്നാണ് അവർ വിധി എഴുതിയത്. എന്നാൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് മാത്രം വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി, അതുവരെ റൂമിൽ കിടത്താമെന്ന് എൻ്റെ മാതാവ് പറഞ്ഞു. അതനുസരിച്ച് പിതാവിനെ റൂമിൽ തന്നെ കിടത്തി. ദൈവവചനം വായിച്ചും പാട്ടുകൾ പാടിയും ഞങ്ങളെല്ലാവരും ചുറ്റുമുണ്ടായിരുന്നു. ഈ ഒരു സ്ഥിതി വന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നിൻ്റെ ഹിതത്തിന് ഞാൻ വിട്ടുതരുന്നു. പിതാവിനെ ഇതുവരെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു, ഇനി നിൻ്റെ ഹിതം നിറവേറട്ടെ, പിതാവിനെ സ്വർഗത്തിലേക്ക് എടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവഹിതത്തിന് വിട്ടുകൊടുത്തു. എന്നാൽ ആ രാത്രിയും ഒന്നും സംഭവിക്കാതെ ഇരുന്നപ്പോൾ പിന്നെയും പ്രതീക്ഷ വർദ്ധിച്ചു.
പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അവസാനത്തോളം നിന്നോട് യാചിക്കുക, നിന്റെ കരമൊന്ന് തൊട്ടാൽ പപ്പ സൗഖ്യം പ്രാപിക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ റൂമിൽ ചെന്ന് പിതാവിനെ കാണുമ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് കസേര നീക്കിയിട്ടിരുന്നിട്ട് പപ്പ നിന്ന് വിളിച്ചു. അപ്പോൾ വളരെ അത്ഭുതപ്പെടുമാറ് നേരിയ റെസ്പോൺസ് കാണുവാനിടയായി. കണ്ണടച്ച് തന്നെ കിടക്കുകയാണ്, എന്നാൽ കണ്ണിൻ്റെ കൃഷ്ണമണി അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതായിട്ട് ചലിക്കുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ വീണ്ടും സംസാരിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ ചോദിച്ചു, എന്തെങ്കിലും പപ്പയ്ക്ക് കുടിക്കാൻ വേണോ? അപ്പോഴും ചുണ്ടനക്കി കൊണ്ട് പറഞ്ഞു കാപ്പി വേണമെന്ന്. ഞങ്ങളൊരു സ്പൂൺ കാപ്പി ഒഴിച്ചു കൊടുത്തു. എന്നിട്ടും വീണ്ടും സംസാരിപ്പിക്കണം എന്ന ആവേശത്തോടെ എന്തെങ്കിലും പപ്പായ്ക്ക് പറയുവാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, നീ എഴുത് എന്ന മറുപടി ലിപ് റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെ അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു, ഞാൻ എഴുതുന്നുണ്ട്, പപ്പ പറഞ്ഞുകൊള്ളുവാൻ പറഞ്ഞു. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വാക്കുകൾ പറയുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിനുള്ള കഴിവില്ലാതെ ചുണ്ടനക്കിക്കൊണ്ട് കുറച്ചു നേരം കൂടെ അങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ആൾ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് കാര്യം മനസ്സിലാക്കിയപ്പോൾ രാവിലെ തന്നെ ഡ്യൂട്ടി ഡോക്ടറെ വിവരം അറിയിച്ചു. തലേദിവസം വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഡോക്ടറും ടീമും റൂമിലെത്തി. ആൾ റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ട് ഡോക്ടേഴ്സിന് വളരെ അത്ഭുതമായിരുന്നു. വീണ്ടും സ്ട്രെച്ചറിൽ ഡയാലിസിസ് റൂമിലേക്ക് കൊണ്ടുപോയി ഡയാലിസിസ് തുടങ്ങി. ആ ദിവസത്തെ ഡയാലിസിസ് കഴിഞ്ഞ് റൂമിൽ വരുമ്പോൾ നോർമലായിട്ട് സംസാരിക്കുവാനും മറവിയെല്ലാം മാറി നല്ല ശബ്ദത്തോടെ സംസാരിക്കുവാനും ദൈവം കൃപ നൽകി. എന്നാലും പാരലൈസ്ഡായ കണ്ടീഷനിലാണ് ശരീരം. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നു. ഭക്ഷണം ഒക്കെയും നേസൽ ഫീഡിങ്ങിലായിരുന്നു. ദ്രാവക രൂപത്തിൽ മരുന്നും ഭക്ഷണവും ഒക്കെയും കൊടുത്തുകൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു. ഓൾട്ടർനേറ്റ് ഡേയ്സ് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടായി തുടങ്ങി. 2 ആഴ്ചയ്ക്ക് ശേഷം സ്പൂൺ ഫീഡിങ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. അതിലും വ്യത്യാസം 2 ആഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ, ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ചാരിയിരുന്ന് സ്പൂണിൽ ഫുഡ് കഴിക്കുന്ന ഒരവസ്ഥയിലെത്തി. ദൈവം ശക്തി നൽകിക്കൊണ്ടിരുന്നു. ഡയാലിസിസ് ആഴ്ചയിൽ 3 ദിവസത്തേക്ക് മാറ്റുവാനും ദൈവം കൃപ ചെയ്തു. ഇതുവരെയും ദൈവം വിടുവിച്ചതിനെ ഓർത്ത് പിന്നെയും നന്ദി പറഞ്ഞും സ്തോത്രം ചെയ്തും പൂർണ്ണ ഒരു വിടുതലിലേക്ക് ദൈവം കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം ലൈഫ് ലോങ് ഡയാലിസിസ് വേണ്ടി വരും. ഒരു 6 മാസം കഴിയുമ്പോഴേക്കും വീൽ ചെയറിൽ നടക്കാൻ കഴിഞ്ഞേക്കും എന്നൊക്കെയായിരുന്നു. എന്നാൽ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് പൂർണ്ണമായിട്ട് വിടുവിക്കുവാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ വിവാഹം ഏതാണ്ട് 3 മാസത്തെ കഴിഞ്ഞ് നടത്താനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ വിവാഹം നീട്ടിവെക്കാം എന്നൊരു ആലോചന ഭവനത്തിലുണ്ടായി. എങ്കിലും വീൽ ചെയറിലാണെങ്കിലും പിതാവിന് വിവാഹം അറ്റൻഡ് ചെയ്യുവാൻ കഴിയുമല്ലോ, അതുകൊണ്ട് കല്യാണം മാറ്റിവെക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാനിടയായി. വിവാഹത്തിൻ്റെ തലേ ദിവസം നടന്ന് വീട്ടിൽ വരുവാൻ ഇടയാക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കുന്ന ദൈവമെന്നാണല്ലോ വചനം പറയുന്നത്. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഡയാലിസിസ് ആഴ്ചയിൽ 3 ദിവസമായി ചുരുക്കി കൈകൾ പൊക്കി തലമുടി ചെയ്യുവാനും അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെയും വന്നു തുടങ്ങി. പിന്നീട് ആഴ്ചയിൽ അത് 2 ദിവസമാക്കി ഡയാലിസിസ് മാറ്റി. കിഡ്നിയും ഹാർട്ടുമൊക്കെ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്ന അത്ഭുതം കാണുവാൻ കഴിഞ്ഞു. ഏതാണ്ട് 2 മാസമായപ്പോൾ സ്റ്റെപ്പുകൾ വെച്ച് മുറിക്കുള്ളിൽ നടക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. എന്നാൽ 2.5 മാസം കഴിഞ്ഞപ്പോൾ ഡയാലിസിസിൻ്റെ ആവശ്യം വന്നില്ല. കിഡ്നി കംപ്ലീറ്റായും വർക്ക് ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ മുറിയിൽ തന്നെ സ്റ്റെപ്പുകൾ വെച്ച് നടക്കുവാനുള്ള ശക്തി ദൈവം നൽകി. പറയട്ടെ, വിവാഹത്തിൻ്റെ തലേന്ന്, എൻ്റെ ബ്രദറിൻ്റെ വിവാഹത്തിൻ്റെ തലേന്ന് വീട്ടിൽ വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. മരണപ്പെടും എന്ന് വിധി എഴുതിയ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു, ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന്. മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇതൊരു മിറക്കിളാണെന്നായിരുന്നു ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം.
ഇത് ദൈവത്താൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെയായിരുന്നു എൻ്റെ പിതാവിൻ്റെ രോഗസൗഖ്യം. വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും നൽകിത്തരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിപ്പീൻ, അതുണ്ടാകും. ഈ ദൈവവചനങ്ങളെ വിശ്വാസത്താൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവം സാക്ഷികളാക്കും എന്ന് ഞാൻ ദൈവനാമമഹത്വത്തിനായിട്ട് പ്രസ്താവിക്കട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു: എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവേഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇടവിടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാനും നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയം നൽകിത്തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ യാക്കോബായ സമുദായത്തിൽ ആയിരുന്നപ്പോൾ പ്രാർത്ഥിച്ചതും ലഭിച്ചതുമായ വിഷയത്തിൻ്റെ സാക്ഷ്യമാണ് പ്രസ്താവിച്ചത്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തോട് ഇത് മുഖാന്തരം കൂടുതൽ അടുത്തിരിക്കുവാൻ ഇടയായി. തുടർന്നുള്ള എപ്പിസോഡിൽ വിശ്വസിച്ച് സ്നാനപ്പെടുവാൻ ദൈവം എങ്ങനെയാണ് സംസാരിച്ച് വഴി നടത്തിയത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനവും സാക്ഷ്യവും ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നതിനാൽ പരിചയമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കേൾവിക്കാരായ എല്ലാ സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.